ഫിൻചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈ, പുതുച്ചേരി, ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. ഇന്നലെ അർദ്ധരാത്രി കരതൊട്ട ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ ഇതുവരെ 4 പേർ മരണപ്പെട്ടു എന്നതാണ് കണക്ക്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇപ്പോൾ ഈ ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ അവസ്ഥ എന്താണ്? ഈ തീരമേഖലകൾ പ്രതീക്ഷിച്ച ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം? ഇപ്പോൾ ചെന്നൈയിലും മറ്റ് പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുകയാണ്. നമ്മൾ ഫിൻചാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഫിൻചാൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലായിരുന്നു ഇത് തീരം തൊട്ടത്. ഇപ്പോൾ അതിന്റെ ഒരു ദിശ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള തമിഴ്നാടിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീരം തൊട്ട ഉടൻ തന്നെ ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായിരുന്നു. ഇനി ഇതിന്റെ ശക്തി കുറഞ്ഞു വരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തീരം തൊട്ടപ്പോൾ ഇതിന് 10 km/h എന്നതായിരുന്നു അതിന്റെ സ്പീഡ് എങ്കിൽ അത് 7 km/h ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും കനത്ത നാശമാണ് ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കനത്ത ചെന്നൈയുടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ഇടത്ത് റെഡ് അലർട്ടാണ്. പ്രത്യേകിച്ചും ഈ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 4 ഇടത്ത് വില്ലുപുരം, കല്ലാക്കുറിച്ചി, കടല്ലൂർ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ചെന്നൈയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പശ്ചാത്തലമാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒപ്പം ഇന്ന് തിരക്ക് കുറവാണ് ടൗണിൽ എന്നതും ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, വെള്ളക്കെട്ട് ധാരാളമായിട്ടുണ്ട്, കടൽക്ഷോഭം ഈ തീരദേശ ജില്ലകളിൽ കടൽക്ഷോഭം അതിശക്തമായി തുടരുന്നുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള, അതായത് കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരി, കടല്ലൂർ, വീഴുപുരം ഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഈ മഴക്കെടുതിയിൽ മാത്രമായി 4 പേരാണ് ചെന്നൈയിൽ മരിച്ചിരിക്കുന്നത്. വൈദ്യുതാഘാതമേറ്റാണ് ഈ 4 പേർക്കും മരണം സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ചെന്നൈയിൽ വിമാനത്താവളത്തിന്റെ സർവീസ് നിർത്തിവെച്ചിരുന്നു, അതുപോലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. ഇതെല്ലാം തന്നെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ 226 ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തതെങ്കിൽ ട്രെയിനുകളെല്ലാം സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. ഏതായാലും ഈ ചുഴലിക്കാറ്റിന്റെ ഒരു അവസ്ഥ 2 ദിവസം കൂടെ നീണ്ടു നിൽക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ചെന്നൈയിലും പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശം, അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ, തമിഴ്നാടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ പോയിട്ട് ഈ ചുഴലിക്കാറ്റ് നെല്ലൂരിലും തിരുപ്പതി ഭാഗങ്ങളിലേക്കുമാണ് എത്തുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും കനത്ത മഴയുണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോഴും കനത്ത മഴയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മഴയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കും പുതുച്ചേരിയുടെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇവിടെ ഈ ചുവപ്പ് റെഡ് മാർക്ക് കാണിച്ചിരിക്കുന്നത് അതിതീവ്രമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. കനത്ത മഴയാണ് ഈ പ്രദേശങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതി ചെന്നൈയിലും തമിഴ്നാട്ടിലും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സജിത്ത്, സുവി, ഒരു കാര്യം കൂടി, നമ്മൾ കേരള തീരത്തിന് ഏറെ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ. നമുക്കപ്പം മഴ മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, അത് പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഇല്ല, നമ്മുടെ മഴ മുന്നറിയിപ്പ് പിൻവലിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ശക്തമായ മഴ അനുഭവപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് നാളെയും തുടരും ഈ ശക്തമായ മഴ എന്നാണ് പറയുന്നത്. നിലവിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ഭീതിതമായ സാഹചര്യം കേരളത്തിലില്ല. പക്ഷേ മഴയുണ്ടാകും എന്ന വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സുവി സൂചിപ്പിച്ചതുപോലെ ഈ ഫിൻചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി അടക്കമുള്ള മേഖലകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കനത്ത മഴ അനുഭവപ്പെടുകയാണ്. അതീവ ജാഗ്രതയോടെയാണ് തമിഴ്നാട്ടിൻ്റെ പല പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. കേരളത്തിലും ജാഗ്രതയുണ്ട്, വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നേരിട്ട് നമ്മുടെ അറബിക്കടലിൽ ഉണ്ടായ ഒരു പ്രതിഭാസമല്ലാത്തതിനാൽ തന്നെ കേരള തീരത്തെ നേരിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ അതിതീവ്ര ന്യൂനമർദ്ദം പിന്നീട് ചുഴലിക്കാറ്റായി മാറി, ഒടുവിൽ ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഈ കാറ്റ് കേരളത്തിൽ പക്ഷേ അതിൻ്റെ പ്രഭാവം അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ വലിയ മഴ അനുഭവപ്പെടാനുള്ള സാധ്യത, അതാണിപ്പോൾ ഉള്ള മുന്നറിയിപ്പ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിലെ കുടുങ്ങിയവരെ ഒക്കെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്.
ആ തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ആ തരത്തിലുള്ള ജാഗ്രത കാട്ടിയുള്ള ഇടപെടൽ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ആ തരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സുവി, നമുക്ക് ഈ 4 മരണം റിപ്പോർട്ട് ചെയ്തത് അത് വൈദ്യുതാഘാതമേറ്റുള്ള മരണമാണല്ലോ. അതിനപ്പുറത്തേക്ക് നാശനഷ്ടങ്ങളുടെ തോത് എത്രമാത്രമുണ്ട്? കൃത്യമായി തന്നെ മുന്നൊരുക്കം നടത്തി എന്നതുകൊണ്ട് തന്നെ നാശനഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞു, അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? കൃത്യമായ മുന്നൊരുക്കങ്ങൾ തമിഴ്നാടും പുതുച്ചേരിയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും നടത്തിയിരുന്നു. 2000-ലധികം സുരക്ഷാ സേനയെയാണ് തമിഴ്നാട്ടിൽ വിന്യസിച്ചിരുന്നത്. 2000-ഓളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകൾ 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. 500-ലധികം പേരെ ഈ ചുഴലിക്കാറ്റ് വരുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോട് അന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നറിയിക്കുകയും അവരുടെ മത്സ്യബന്ധന സാമഗ്രികൾ, ബോട്ട് മുതലായവ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു 4 മരണം സംഭവിച്ചു എന്ന് പറയുന്നത് വൈദ്യുതാഘാതമേറ്റുള്ള മരണമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വെള്ളക്കെട്ട് ധാരാളമായി അനുഭവപ്പെടുന്നുണ്ട്, വാഹനങ്ങൾക്കകത്തേക്ക് വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്, പല വാഹനങ്ങളും ഫ്ലൈ ഓവറിന് മുകളിലേക്കാണ് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു കണക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറുകളിലേ ലഭ്യമാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ കനത്ത മഴയാണ് തുടരുന്നത്. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഈ ചെന്നൈയിൽ പ്രളയ മുന്നറിയിപ്പും കൂടെ നൽകിയ ഒരു സാഹചര്യമുണ്ട്. ചെന്നൈയിൽ മാത്രമല്ല പുതുച്ചേരിയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും മിന്നൽ പ്രളയത്തിനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. ഒപ്പം ഈ കാറ്റിന്റെ വേഗത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 10 km/h ആയിരുന്നത് അത് 7 km/h ആയി വർദ്ധിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. കാറ്റ് വലിയ തോതിൽ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ചുഴലിക്കാറ്റ് നമ്മൾ എത്രത്തോളം ഭീതിയാണ് വിചാരിച്ചിരുന്നത് എങ്കിൽ കൂടിയും അത്രത്തോളം ഭീതിയുടെ ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ല. പക്ഷേ എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും മുന്നൊരുക്കങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഈ 13 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അവിടെയെല്ലാം തന്നെ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. ഫിൻചാൽ ചുഴലിക്കാറ്റ് അത് കരമേഖലകളിൽ വീശിയടിക്കുകയാണ്. എന്തായാലും വലിയ ജാഗ്രതയിലാണ്. കാര്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.